എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ മുട്ടയും ഉണക്കപ്പയറാണ് കേട്ടോ. ഉണക്കപ്പയറും വെച്ചിട്ടുള്ളൊരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കണത്. ഉണക്കപ്പയർ ഞാൻ 2-3 മണിക്കൂർ വെള്ളത്തിലിട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണ്. വേവിച്ച് വെച്ച ഉണക്കപ്പയറാണ് ഇത്. പുഴുങ്ങി തൊണ്ട് കളഞ്ഞേക്കണ മുട്ടയാണ്. 3 മുട്ടയാണ് ഞാൻ എടുത്തേക്കണത്. പയർ ഞാനൊന്ന് മിക്സിയിലടിക്കുകയാണ്. മുട്ട ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. മുട്ട 3 ഞാൻ ഇതുപോലെയാണ് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് പയർ മിക്സിയിൽ അടിച്ചേക്കുന്നതാണ്. അത് ഞാൻ ഈ മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് സവോള, ചെറിയ സവോളയാണ്, പൊടിയായിട്ട് അരിഞ്ഞേക്കുന്നതാണ്. 2 പച്ചമുളക്, വലിയ പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഇത്ര കൂടുതൽ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വേപ്പില, ഇതെല്ലാം കൂടി ഞാൻ ഇതിനകത്തേക്ക് ഇട്ടു. ആവശ്യത്തിന് ഉപ്പ്, ഒരു പൊട്ട് മഞ്ഞൾപ്പൊടി, ഇത്ര കുരുമുളക് പൊടി, ചതച്ച മുളക് പൊടി ഞാൻ വേറെ ഇടണില്ല. ഇത് മീറ്റ് മസാലയാണല്ലോ, മീറ്റ് മസാല. കുറച്ച് മല്ലിയില, ഞാൻ മൈദപ്പൊടിയാണ് ഇടുന്നത്. ഇതിൻ്റെ നനവൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് പാകത്തിന് കുഴച്ചെടുക്കുക. പാകത്തിന് പൊടി ചേർത്തിട്ട്, അളവ് പറയണില്ല, പാകത്തിന് പൊടി ചേർത്ത് നനവ് നമുക്ക് പരത്തിയെടുക്കാൻ പാകത്തിന് പൊടി ചേർത്ത് കുഴച്ചെടുക്കുക. പൊടിയുടെ അളവ് ഞാൻ പറയുന്നില്ല. ഞാൻ ഇതുപോലെയാണ് ഞാൻ കാണിച്ച പൊടി എല്ലാം എടുത്തിട്ട് ഒരു 4 സ്പൂണ് മൈദ ഉണ്ടാവും. മൈദ ചേർത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കണേ കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന പലഹാരമാണ് ഉണ്ടാക്കണേ. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്, ആർക്കും ഉണ്ടാക്കാം. അധിക സമയം വേണ്ട. ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒന്നുപോലെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഒരു വെള്ളമോ അല്ലെങ്കിൽ തുള്ളി വെളിച്ചെണ്ണ കൈമ പുരട്ടിയിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഒന്ന് ഉരട്ടിയിട്ട് വെറുതെ ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കണേ. ഉണക്കപ്പയറും മുട്ടയും വെച്ചിട്ടുള്ള വട ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കടായി വെച്ച് അതിനകത്ത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചെടുത്തത്. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇത് ഓരോന്നിട്ട് കൊടുക്കാം. വട വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് എടുക്കാണ്. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഉണക്കപ്പയറും മുട്ടയും വെച്ചിട്ടുള്ള പലഹാരമാണ് കേട്ടോ. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. വേവിച്ച സാധനങ്ങളാണ്, അപ്പോൾ എല്ലാം കൂടി കൂട്ടി കുഴച്ച് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഇനിയുള്ളതും ഞാൻ ഇതുപോലെ ഇട്ട് വേവിച്ചെടുക്കാം. തീ കുറച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ പൊട്ടിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ്. കുറവ് തീയിലിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഉണക്കപ്പയർ മുട്ടയും കൊണ്ടുള്ള വട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന 4 മണി പലഹാരമാണ് കേട്ടോ അത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. കാണുന്നവരെ ലൈക്ക് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും
ഉള്ള മനസ്സ് കാണിക്കണേ. എല്ലാവർക്കും 1000 നന്ദി.